വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കൂട് സ്ഥാപിച്ച പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് കുമാർ. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലെ വെറ്റിനറി സംഘം ഉച്ചയോടുകൂടി ഇവിടേക്കെത്തും. ആകെ 38 ക്യാമറകൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 6 ലൈവ് സ്ട്രീം ക്യാമറകൾ കൂടി ഇന്ന് സ്ഥാപിക്കുമെന്നും രഞ്ജിത്ത് കുമാർ പറഞ്ഞു. വെറ്റിനറി ടീം മാത്രം ഒരു സെർച്ചിങ്ങിന് പോകും. മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് കോമ്പിംഗ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആൾക്കാരും CCFും മറ്റുള്ള എല്ലാ ആളുകളും ഇവിടെ മാനന്തവാടി തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും വെറ്റിനറി ടീമും എല്ലാം റെഡിയാണ്. ടീം റെഡിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കോമ്പ് ചെയ്യാനും ആളുകളെ ഇതാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. പിന്നെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട്. നമ്മളെ ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിനുശേഷം ഡാറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 38 ക്യാമറകൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ന് 6 ലൈവ് സ്ട്രീം ക്യാമറകളും കൂടെ വെക്കുന്നുണ്ട്. അതുകൂടാതെ പെട്രോളിംഗ് ടീം രണ്ട് RRT ടീമുകൾ എത്തുന്നുണ്ട്. മറ്റ് ഡിവിഷനുകളിലെ സ്റ്റാഫും വൈൽഡ് ലൈഫും അതേപോലെ തന്നെ സൗത്ത് വയനാട് അവിടെയൊക്കെയുള്ള എല്ലാ സ്റ്റാഫും ഇവിടെ നമ്മൾ കോമ്പിങ്ങിനായിട്ട് ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. കൂടുതൽ RRT സംഘം പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. കുങ്കിയാനകളുടെ സഹായവും തെരച്ചിലിന് ഉണ്ടാകും. കടുവ കൊലപ്പെടുത്തിയ രാധയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. അതേസമയം ലക്കിടിയിലും കടുവയെ കണ്ടതായി സംശയമുണ്ട്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, കാണാതായ നരഭോജിയായിട്ടുള്ള കടുവയെ പിടികൂടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തി കഴിഞ്ഞു. നിരവധി കൂടുകൾ സ്ഥാപിച്ചു. അതേപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ. ഏത് നിമിഷവും കടുവയെ വെടിവെക്കാൻ എന്തെങ്കിലും വെടിവെക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിന് പോലും തയ്യാറായി സജ്ജരായി അതിനുള്ള ടീം അവിടെ സജ്ജമാണ്. കുങ്കി ആനകൾ അങ്ങോട്ടേക്ക് എത്തുന്നു തെരച്ചിലിനായി. കൂടുതൽ വിവരങ്ങൾ അർജുൻ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ ദൗത്യത്തിലും കാണുന്ന പോലെ ഈ ദൗത്യത്തിൽ ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഉണ്ടാകില്ല, കാടടച്ചുള്ള ഒരു തെരച്ചിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ ഈ സ്ഥലത്ത് തന്നെ ഈ ടെറിട്ടറിയിൽ നിർത്തിക്കൊണ്ട് തന്നെ കടുവയെ പിടികൂടുവാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. ആദ്യ ദൗത്യം എന്നോണം കടുവയെ ജീവനോടെ പിടികൂടുക, കൂട്ടിലകപ്പെടുത്തുക. ഇതാണ് പ്രാഥമികമായി ഇപ്പോൾ വനംവകുപ്പ് നോക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് ഇത്തരത്തിൽ കൂടിനകത്ത് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെക്കുവാനുള്ള ഒരു സാഹചര്യം നോക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ വനപാലകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 100ഓളം RRT സംഘം ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് തെരച്ചിൽ മാത്രമല്ല, ഈ പ്രദേശത്തെ സംരക്ഷിക്കുക, ആ പ്രദേശത്തുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 100-ലധികം വരുന്ന RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്താകെ തെരച്ചിൽ നടത്തി ഇവർക്ക് സംരക്ഷണം നൽകിയതാ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഫോറസ്റ്റുകാർ ഒക്കെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്താണ്. അല്പസമയത്തിനകം DFO അതുപോലെ തന്നെ CCF എന്നിവർ ഈ പ്രദേശത്തെത്തുകയും 9:30 നമ്മളോട് ബ്രീഫിംഗ് നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ റേഞ്ച് ഓഫീസർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു കോമ്പിംഗ് എല്ലാ സ്ഥലത്തും നടക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പിംഗ് ആയിരിക്കില്ല ഈ പ്രദേശത്ത് നടക്കുക. അത്തരത്തിൽ ആ കടുവയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഈ കടുവയെ അങ്ങനെ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പിംഗ് നടത്തുകയാണെങ്കിൽ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ ആ വനപ്രദേശത്തിനുള്ളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിലേക്കോ ജനവാസ മേഖലകളിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് വരും. പിന്നെ കടുവയെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കടുവയെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ, ശബ്ദങ്ങൾ അധികമില്ലാതെ രീതിയിൽ ആ പ്രദേശത്ത് അത് വലിയ രീതിയിലുള്ള ഒരു ശബ്ദകോലാഹലമൊന്നും ഇല്ലാതെ ആ കടുവയെ കൂട്ടിനകത്തേക്ക് കയറ്റുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആകെ 36 ക്യാമറകളാണ് ഇന്നലെ വരെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ന് 6 ലൈവ് ക്യാമറകൾ കൂടി ഇവിടെ സ്ഥാപിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏകദേശം ഉച്ചയോടുകൂടി എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുങ്കിയാനകളുടെ സഹായവും ഈ തരത്തിൽ ഈ ഒരു പ്രദേശത്ത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കുങ്കിയാനകളുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുങ്കിയാനകളും ഇവിടെ തെരച്ചിലിന് എത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ മരണപ്പെട്ട രാധയുടെ മൃതദേഹം ഇപ്പോൾ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 11:30-12 മണിയോടുകൂടി
ഇവരുടെ മൃതദേഹം സംസ്കരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പേരാണ് അവരുടെ മൃതദേഹം ഒരു നോക്ക് കാണുവാൻ ആ ഒരു വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിൽ മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കാപ്പി പറിക്കാൻ പോകുന്നു, അത്തരത്തിലൊരു കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബമാണ്. അത്തരത്തിൽ വലിയ ഒരു കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുള്ള, അല്ലെങ്കിൽ വിഷമതകൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇത് എന്നുള്ളത്. അതെ, വനവാസി കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടമ്മയ്ക്കാണ് ഈ ദാരുണ അന്ത്യം ഉണ്ടായത്.